അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഇടയായി. വിദ്യാഭ്യാസം കഴിഞ്ഞ നാളുകളിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ജന്മനാ കിട്ടിയ ഒരു കലാസമ്പത്തായിരുന്നു. കായികപരമായും കലാപരമായും വളരെ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ചില നാളുകൾ കഴിഞ്ഞ് സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ചെണ്ട കൊട്ടിയും പലവിധമായ പ്രവർത്തികളും ഏർപ്പെട്ട് അതിൽ കിട്ടുന്ന നന്മകൾ എൻ്റെതായ ഭൗതികപരമായ ആവശ്യങ്ങൾക്ക് ആവശ്യമാക്കുവാൻ എനിക്ക് താല്പര്യമായിരുന്നു. അങ്ങനെ നിരന്തരം കിട്ടുന്ന സാമ്പത്തികം അത് ഓരോ പരിപാടികളിൽ കൂടി അത് ഞാൻ മുൻപേ നിങ്ങളോട് പറഞ്ഞതുപോലെ ആത്മീയ സാമൂഹിക പരിപാടികളിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന നന്മകൾ കൊണ്ട് എൻ്റെതായ ഈ ലോകപരമായ ഇന്ന് ചില നമ്മുടെ പട്ടണങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ സഹോദരിമാർ ധരിക്കുന്ന വസ്ത്രമോ നമ്മൾക്ക് കാണുമ്പോൾ നമ്മുടെ കണ്ണടച്ച് നടക്കേണ്ട അവസ്ഥകൾ കടന്നു വരും. ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വസ്ത്രം ധരിച്ച് നടന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ മാന്യതയോടെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് വിളിച്ചു പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുന്നത് സത്യം ഞങ്ങൾ അറിഞ്ഞു, സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കി. എങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ലഭിക്കും, അവന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ഞങ്ങളിൽ ചില സഹോദരന്മാർ അറിയിപ്പാൻ ഇടയായി. ഞാൻ എൻ്റെ സ്വന്തം ദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരം പട്ടണത്ത് കാഞ്ഞനംപാറ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കാഞ്ഞനംപാറ എന്ന ദേശത്തായിരുന്നു. അവിടെ ഒരു ചെറിയ ഒരു VKP നഗർ എന്ന് പറയുന്ന കോളനി പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നു വന്നത്. അതുകൊണ്ട് വർഗീയത എന്തെന്നും ക്രിമിനലായിരിക്കുന്ന അനേക സഹോദരങ്ങളുടെ നടുവിലാണ് ഞാൻ ജനിച്ചു വളർന്നപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ഇന്നറിയുന്ന രാജാജി നഗർ, അതായത് ചെങ്കച്ചുള്ള ദേശം, അതുപോലെ തന്നെ അറിയുന്ന ലോ കോളേജ്, അതായത് ഗുണ്ടുകാട് ദേശം, അവിടെയൊക്കെ ജനിച്ചു വളർന്ന് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ ദേശത്ത് കടന്നു വന്ന് ദൈവം സ്നേഹിക്കുന്നവനെന്നും ദൈവം സമാധാനം തരുന്നവനെന്നും ദൈവം നിത്യതയിലേക്ക് കൊണ്ടുവരുമെന്നും ഇത് അഗ്നിജ്വാലയ്ക്കായിട്ട് കത്തിക്കുവാനിരിക്കുന്ന ഭൂമിയെന്നും വീണ്ടും യേശു വരുമെന്നും നിങ്ങളുടെ സ്വർഗത്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ ബോധം ഒരു കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെയുള്ള ബോധങ്ങളൊന്നും ഇല്ലാമായിരുന്നു. ഒരു 10 പേര് കൂടുന്ന നടുവില് എനിക്ക് വാതുറന്ന് സംസാരിക്കാൻ പേടിയാണ്. സമൂഹത്തെ കാണുമ്പോൾ പേടിച്ചു പോകുന്ന അവസ്ഥകൾ. എന്നാൽ കലാപരപരമായി ഞാൻ നീങ്ങിക്കൊണ്ടിരുന്ന ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അതിൽ കിട്ടുന്നതിൽ നിന്ന് ഞാൻ എൻ്റെതായ ദൂരത്തുകൾ അടിക്കാൻ തുടങ്ങി. എൻ്റെതായ കാര്യങ്ങൾക്ക് വീട്ടിൽ അത്യാവശ്യം മറച്ചു കൊടുക്കുമെങ്കിലും അതിൽ നിന്ന് ഒരു പങ്കും നന്മ, എൻ്റെതായ ഭൗതികപരമായ നന്മകൾക്ക്, എൻ്റെ ശരീരത്തിന്, എൻ്റെ ആത്മാവിന് വേണ്ടി ഞാൻ ചെലവെടുക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ കിട്ടുന്ന നന്മകളിൽ ചില നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവാഹ ഫംഗ്ഷനുകൾ, അതുപോലെ തന്നെ ബർത്ത്ഡേ ഫംഗ്ഷൻ ചെറുതായി മദ്യവെക്കുവാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, ചെറുതായി മദ്യവെച്ച് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ ചില ലക്ഷ്യങ്ങൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്തെന്ന് വെച്ചാൽ ഞാൻ കണ്ടിരുന്ന കലാപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്നെ നഷ്ടപ്പെട്ടു പോയി. കാരണം ഞാൻ പോയതുമായുള്ള കലാപരമായ ലക്ഷ്യം എന്നെ നഷ്ടപ്പെട്ടു പോയി. കാരണം എന്നെ മദ്യം ചിലതായി പിടിക്കുവാൻ തുടങ്ങി. മദ്യം പിടിച്ചു തുടങ്ങിയപ്പോൾ വീട്ടിൽ ആരും അറിയാതെ, ദേശക്കാരറിയാതെ ഞാൻ പോകുന്ന പരിപാടിയിടങ്ങളിൽ പുകവലിക്കുവാൻ തുടങ്ങി. ഞാൻ പോകുന്ന ഇടങ്ങളിൽ സഹോദരങ്ങളോട് മദ്യപിക്കുവാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തിന്റെ ഭാവി എന്താകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന നന്മ, എനിക്ക് സന്തോഷം, എൻ്റെ ആത്മാവ് എവിടെ പോകുന്നുവെന്നുള്ള എനിക്ക് ചിന്തയില്ല. പക്ഷേ ഒരു നാൾ എൻ്റെ ദേശത്തുള്ള സത്യ സുവിശേഷം അറിഞ്ഞ് ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന 2 സഹോദരങ്ങൾ എൻ്റെ കൂടെ അടുക്കൽ വന്ന്, ജ്യേഷ്ഠ, നീ ഇങ്ങനെ ജീവിക്കരുത്, നിനക്ക് കിട്ടുന്ന നന്മ നീ കളയരുത് എന്ന് പറയുവാനിടയെ എൻ്റെ ഉള്ളിൽ ആകെ ചിന്തിച്ച്, ഇവർക്കെന്തോ ഭ്രാന്തുണ്ടോ? ഞാനിപ്പോൾ സന്തോഷവനായി ജീവിക്കുന്നു, എനിക്ക് അറിയാം ഞാൻ ഉപജീവനം ചെയ്യുന്നെങ്കിലും എൻ്റെ ഉപജീവനം അതിൽ നിന്ന് എനിക്കൊരു നന്മ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അല്പം മദ്യവെക്കുന്നുണ്ട്, അല്പം പുകവലിക്കുന്നുണ്ട്, അല്പം ഞാൻ എൻ്റെ ആഹാരം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ചോദിച്ചത് നിന്റെ ആത്മാവിലൂടെ പോകുമെന്ന് ചോദിച്ചു. അങ്ങനെയുള്ള ആത്മീയപരമായ വാക്കുകൾ അവരിൽ നിന്നുണ്ടായി. എനിക്കറിയാൻ കഴിയാൻ പറ്റാത്ത അതൊരു
സദൃശമായ ഒരു കരം ആ നാളുകൾ എന്റെ ദൈവം സർവശക്തനായ ദൈവം എന്റെ മേൽ ഇടുവാനിടയെ. അന്ന് മുതൽ ഒരുവൻ ക്രിസ്തുവിലായിക്കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയെന്നുള്ള ബോധ്യം എന്നെ ഉള്ളിലുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നേരങ്ങളിൽ ഞങ്ങൾ സഹോദരങ്ങൾ പറയുവാനെ ദേശത്ത് ഒരു ഭൂതസ്ഥനുണ്ടായിരുന്നു. അവന് സുബോധമില്ലാത്തവനായിരുന്നു. അവന് കർത്താവ് യേശു ക്രിസ്തു ആ ദേശത്ത് കടന്നു പോകുവാനും അവൻ കല്ലറയിൽ നിന്ന് കടന്നു വന്ന് അവൻ ഇരുന്ന് സമയത്ത് അവനോട് യേശു ക്രിസ്തുവിനോട് അവനോട് യാചിക്കുവാനും അവനെ വിടുവിപ്പാനിടയെ. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അവനിലുണ്ടായിരുന്ന സ്വബോധം നഷ്ടപ്പെട്ടതിനെ സ്വബോധം തിരിച്ചു കൊടുത്തു. അതുപോലെ സാക്ഷികളായ ഞങ്ങൾ സ്വബോധത്തോടെ നിങ്ങൾ വിളിച്ചു പറയുന്നു, സത്യം ഞങ്ങൾ അറിഞ്ഞു, സത്യം ഞങ്ങളെ സ്വതന്ത്രമാക്കി. നിരവധി ആക്സിഡന്റുകൾ എൻ്റെ ജീവിതത്തിൽ അടുക്കിടയ്ക്ക് പോയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ അപ്പോഴൊക്കെ ചിന്തിക്കും, എനിക്കിപ്പോൾ നല്ല കഴിവുണ്ട്, നല്ലൊരു ആരോഗ്യമുണ്ട്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആക്സിഡന്റ് എല്ലാം കടന്നു പോകുന്നു? അന്നൊന്നും ഉത്തരം കിട്ടാത്ത വണ്ണം രണ്ട് സഹോദരങ്ങൾ എൻ്റെ മുന്നിൽ കടന്നു വന്ന്, നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നീ എവിടെ പോകുമെന്നുള്ള ചോദ്യങ്ങൾ, ആത്മീയപരമായ വാക്കുകൾ, ആത്മീയപര ഉദ്ധാരണമായുള്ള പ്രവർത്തനങ്ങൾ എന്നിൽ കൊണ്ടുവരുവാനിടയെ. ആ നാളുകളിൽ ഞാൻ അവരുടെ കൂടെ ആ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന സഭകളിൽ കടന്നുപോയി അവരോട് ആരാധിപ്പാൻ ഇടയായി. അന്ന് എന്നെ പരിശുദ്ധാത്മാവുന്ന ദൈവം, ത്രിയേകത്തിന്റെ ദൈവം എന്നെ തൊടുവാനിടയായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എവിടെ ചെന്നാലും ക്രിസ്തു യേശു ജീവിക്കുമെന്ന് വിളിച്ചു പറയുവാൻ 10 പേരുടെ നടുവില്, സമൂഹത്തിന്റെ നടുവില് മദ്യവെക്കല്ലേ എൻ്റെ ചേട്ടാ, മദ്യവെച്ച് ജീവിതം നഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുവാൻ എന്നെ ബലപ്പെടുത്തിയ ദൈവം, ആരെ മുന്നിൽ തലകുനിക്കാൻ ഇടയാക്കാത്ത ദൈവം, ഇന്ന് വരെ ജീവിക്കുന്ന ദൈവം, എൻ്റെ കുടുംബത്തെ ഇന്ന് ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്കൊരു 2 തലമുറകളുണ്ട്. അവരെ ഞാൻ എന്നൊരു സ്വബോധമില്ലാതെ ജീവിച്ചിരുന്നെങ്കിൽ, എൻ്റെ ഭാവി എന്താകുമെന്ന് ഞാൻ ചിന്തിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ, ഇന്ന് എവിടെയെങ്കിലും ഒരു മദ്യഷാപ്പിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിച്ചേനെ. അല്ലെങ്കിൽ ഇന്ന് ദേശത്തിന് വേണ്ടാതെ ഒരു പൊട്ടനെ പോലെ, ഒരു സാക്ഷി ഇല്ലാത്തവനെ പോലെ, ഒരു ജീവിതമില്ലാത്ത പോലെ ഇന്ന് ഞാൻ കഴിഞ്ഞുകൂടിയെങ്കിൽ. പക്ഷേ ഇന്ന് എൻ്റെ VKP നഗറിനകത്ത് എനിക്കുന്നൊരു സാക്ഷ്യമുണ്ട്, എനിക്കുന്നൊരു അനുഭവമുണ്ട്. അവരെ ആരെന്നെ കണ്ടാലും ഇവനൊരു ദൈവ പൈതലെന്ന് പറയുവാൻ, ഇവൻ നിഷ്കളങ്കതയുള്ളവനും നീതിമാനും അവനുള്ളിൽ ദൈവഭയമുള്ളവനെന്ന് പറയുവാൻ, എന്നിൽ കൂടി ചിലത് പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം വഴിയൊരുക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഊന്നി പറയും, ചേട്ടാ നിങ്ങൾ മദ്യവെക്കരുത്, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കരുത്. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഞാൻ എൻ്റെ കണ്ണാൽ ചില സഹോദരങ്ങളിൽ ഞങ്ങളുടെ സമൂഹത്ത്, ഞങ്ങളുടെ ദേശത്ത് കണ്ടതുകൊണ്ടാണ് ചേട്ടാ ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത്. നിങ്ങളുടെ കുടുംബം നശിച്ചു പോകാതിരിക്കേണ്ടത്, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നവരെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് നീയും നിന്റെ കുടുംബം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിത്യതയിൽ പോകും. ഇത് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ഇത് കഴിഞ്ഞൊരു ലോകമുണ്ട്, അത് സ്വർഗമാണെന്നുള്ളത് തിരിച്ചറിവ് നിങ്ങൾക്ക് തരുവാൻ ഞാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചില നാളുകൾ ചില ദേവദാസന്മാർ പ്രസംഗിച്ചത് ഞാൻ കേൾക്കുവാനിടെ, ഹിമാലയത്തിലൊരു ഹിമക്കരടിയുണ്ട്. ആ ഹിമക്കരടിയെ കെണി വെച്ച് പിടിക്കുന്നത് ഇങ്ങനെയാണ്, മൂർച്ചയുള്ള വാളെടുത്ത് അതിൻ്റെ മുന്നിൽ പന്നിയുടെയോ അല്ലെ കാളയുടെയോ അല്ലെ ആട്ടുകുറ്റത്തിൻ്റെയോ മാംസമെടുത്ത് ആ മൂർച്ചയുള്ള വാളിൽ അതിന്റെ ചോര പുരട്ടുവാറുണ്ട്. ചെറിയ മാംസകഷ്ണങ്ങൾ ഇട്ടു കൊടുക്കുവാനിടയാറുണ്ട്. അത് ആ ഹിമാലയത്തിൽ വളർന്നു വരുന്ന ഹിമക്കരടി, ആർക്കും പിടിച്ചടക്കാൻ പറ്റാത്ത ഹിമക്കരടി. അതുപോലെയാണ് മദ്യവെച്ച് ലജ്ജയില്ലാതെ ജീവിക്കുന്ന ഓരോ ജനത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് എങ്ങനെയെന്നാൽ ഈ മാംസത്തിന് വരുന്ന ബ്ലഡിന്റെ മണം കാരണം അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന മൂർച്ചയോട് ഇരിക്കുന്ന വാള് ശ്രദ്ധിക്കാതെ അത് ഭക്ഷിക്കാൻ ഇടയാകും. ഭക്ഷിക്കുമ്പോഴുണ്ടോ അതിന്റെ നാവ് മുറിയും. അത് നാവ് മുറിയുമ്പോൾ സ്വയമേ അതിന്റെ ബ്ലഡ് ഭക്ഷിക്കാൻ ഇടയാകും. അങ്ങനെ ബ്ലഡ് ഭക്ഷിക്കുമ്പോൾ അതിൽ വന്ന ചോര, അത് സ്വന്തമായുള്ള ചോര, അതിന്റെ ശരീരത്തിലുള്ള ചോര ഭക്ഷിക്കുവാൻ ഇടയാം. അതറിയുന്നില്ല മരണത്തിലേക്കുള്ള പോക്കാണെന്ന്. ഇതുപോലെയാണ് മദ്യപിക്കുന്ന ചേട്ടാ, അതിൽ എഴുതിയിരിക്കുന്ന സഹോദര, മദ്യപാനി അത് ശരിയല്ല, ഇത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് എന്നും എഴുതിയിട്ടും നിങ്ങൾ ഒരു ഹിമക്കരടിയെ പോലെ ഇന്നും മദ്യഷാപ്പുകളിൽ കടന്നുപോയി മദ്യം ഭക്ഷിക്കാനും മദ്യം കുടിക്കുവാൻ ഒരു മനുഷ്യൻ ഏറിയ 60
80 കഴിയുന്നുണ്ടോ തന്നെ ഇന്ന് പലവിധമായ ക്യാൻസറുകളിലും പലവിധമായ മയക്കുമരുന്ന് അടിമകളായി പലവിധ ഇന്ന് തന്നെ നമ്മളറിയാം. നമ്മൾ പേരക്കുറയുള്ള എല്ലാം അത് ഊളംപാറ എന്നുള്ള ആശുപത്രി അത് മദ്യത്തിലും ചിലവർ സ്വബോധം നഷ്ടപ്പെട്ട് അഡ്മിറ്റ് ആവുക. കാരണം എന്താ? ചില കാരണങ്ങളാൽ മദ്യവെച്ച് സ്വബോധം അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നമേ വിളിച്ചു പറഞ്ഞത്, ഈ ഒരു ആത്മാവ് ഒരു ഭൂമി സർവ്വഭൂമിയേക്കാൾ വിലയേറിയതെന്ന്. ഞാൻ മുന്നമേ നിങ്ങളോട് പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിന്റെ നടുവിൽ ഇങ്ങനെ പ്രസംഗിപ്പാനോ ഈ സത്യസുവിശേഷത്തെ വിളിച്ചറിയിപ്പാനേ ഒരു യോഗ്യതയില്ലാത്ത എന്നെ യോഗ്യനാക്കിയ ദൈവം ഈ സമൂഹത്തിന്റെ നടുവില്, നിങ്ങളെ ദേശക്കാരുടെ നടുവില് ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ, നശിച്ചു പോയ ഒരു കുടുംബം ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബം കർത്താവായ യേശു ക്രിസ്തു തിരിച്ചറിഞ്ഞ എന്നെ മാനിച്ച ദൈവം, എന്റെ കുടുംബത്തെ മാനിച്ച ദൈവം, എന്റെ പിതാക്കന്മാരുടെ നടുവില്, എന്റെ കുടുംബക്കാരുടെ നടുവില്, ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ നടുവില് എന്നെ മാനിച്ചെങ്കിൽ വരും നാളുകൾ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ മറ്റൊരു വചനം വീണ്ടും വിളിച്ചു പറയുന്നു, നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ഞങ്ങൾ ഊന്നി വിളിച്ചു പറയുന്നത് ഞങ്ങളിൽ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവിനത്രേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു. ദൈവം